ഹലോ ക്ലാസ് ഫോർ ഫാമിലി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് മിസ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അതായത് മിസ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ബേർഡ് വാച്ചറിൻ്റെ ഒരു ഷോർട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷോർട്സിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ക്ലാസ് 4 EVSലെ വിങ്ഡ് ബഡീസ് ചിറകുള്ള കൂട്ടുകാർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ചുറ്റും കാണുന്ന പക്ഷികൾ ഏതൊക്കെയാണ്, അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, മൈഗ്രേറ്ററി ബേർഡ്സ് ദേശാടന പക്ഷികൾ ഏതൊക്കെയാണ്, അങ്ങനെ പക്ഷികളെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ള നല്ല ഒരു അടിപൊളി ചാപ്റ്റർ, ഒരു രസകരമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു വിങ്ഡ് ബഡീസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള കുറച്ച് ബേർഡ്സിൽ കുറച്ചധികം മിസ്റ്റേക്സുകൾ അദ്ദേഹം ആ ഒരു ഷോർട്സിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിസ് അത് കണ്ട സമയത്ത് മിസ്സിന് തോന്നി നിങ്ങളോടും കൂടി ഒരു കാര്യം ഷെയർ ചെയ്യണമെന്ന്. കാരണം മിസ് ആ ഒരു ചാപ്റ്റർ എൻ്റെ കുട്ടികൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നത്, എന്താണോ നമ്മുടെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ ഉണ്ടായിരുന്നത്, ആ കാര്യങ്ങളായിരുന്നു മിസ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലെ ചില ബേർഡ്സിൻ്റെ പേരുകൾ എന്താണ്, തെറ്റായിട്ടുള്ള പേരുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തെറ്റ് തിരുത്താനും കൂടി വേണ്ടിയിട്ടാണ് മിസ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഈ രണ്ട് പക്ഷികൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്ന പക്ഷികളാണ് തിത്തിരി പക്ഷി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തിത്തിരി പക്ഷി, ഇവിടെ ചെങ്കണ്ണി തിത്തിരി എന്നാണ് നമ്മുടെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ തന്നിട്ടുള്ളത്. പക്ഷേ ആക്ച്വലി ഈ രണ്ട് ബേർഡും എന്താണ്, ഒന്ന് തന്നെയാണ്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് EVSന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്ന സമയത്ത് അവിടെ കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ഒരു ബേർഡിന് സാധാരണയായിട്ട് നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു ബേർഡാണ്. ഈ ബേർഡിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുള്ളത് നാഗമോഹൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതാ ഒരു ബേർഡല്ല, വേറെ ഇതേപോലത്തെ ഒരു ബേർഡിനെ നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിൽ നാഗമോഹൻ എന്ന് തന്നിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി ഈ ബേർഡിൻ്റെ പേര്, ആ ഒരു ബേർഡിൻ്റെ പേര് നോട്ട് ചെയ്ത് വെക്കണം. അത് നാഗമോഹൻ എന്നല്ല. നാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, സർപ്പം അല്ലെങ്കിൽ പാമ്പ് എന്നാണ് അർത്ഥം അല്ലേ. അതല്ല വരുന്നത്, ഇത് തെറ്റാണ്. അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾ തിരുത്തേണ്ടത് നാഗമോഹൻ എന്നാണ് പറയാം. നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം എന്നാണ് അർത്ഥം. ആ അർത്ഥത്തിലാണ് ആ ബേർഡിന് ആ ഒരു പേര് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള പേര്. ഇനി ഈ ഒരു ബേർഡ് ഈ പക്ഷിയല്ല, ഈ പക്ഷിയുടെ പേരല്ല നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ശരിക്കും ഈ ഒരു പക്ഷിയുടെ പേരാണ് ഇരട്ട തലച്ചി അല്ലെങ്കിൽ റെഡ് വിസ്കേർഡ് ബുൾബുൾ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം. ഇത് സാധാരണയായിട്ട് നിങ്ങളുടെ ചുറ്റും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ബേർഡ് തന്നെയാണ്, ഇവിടെ ഒരു കൊമ്പൊക്കെ ഉള്ള ഒരു പക്ഷി. ഓക്കെ, റെഡി. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇരട്ട വാലൻ എന്ന് നിങ്ങൾക്ക് ഒരു ബേർഡിനെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇരട്ട വാലൻ എന്ന് പറയുന്ന പക്ഷി കോമൺ ആയിട്ട് നമ്മുടെ സാധാരണയായിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത ഒരു പക്ഷിയാണ്. പക്ഷേ ലോക്കലി ഈ ഒരു ബേർഡിനെ ഇരട്ടവാലൻ എന്ന് പറയുകയാണെങ്കിലും ആക്ച്വലി ആ ഒരു ബേർഡിൻ്റെ പേരാണ് കാടുമുഴക്കി റാക്കറ്റ് ടെയിൽഡ് ഡ്രോങ്കോ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ കുട്ടികളെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം. ഇതിൽ ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് ഇത്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. ഇത് മിസ് സ്പെഷ്യലായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് മിസ് ഓൾറെഡി എൻ്റെ കുട്ടികൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ മിസ് എന്താണോ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം അതാണ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിദഗ്ധനായിട്ടുള്ള ഒരു ബേർഡ് വാച്ചറിൻ്റെ ഒരു ഷോർട്സ് ആണ് മിസ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം അതിൽ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നതുകൊണ്ട് മിസ്സിന് തോന്നി തെറ്റായിട്ടുള്ള കാര്യങ്ങളാണല്ലോ മിസ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ തെറ്റ് തിരുത്തണം എന്ന് തോന്നി, അതുകൊണ്ടാണ് മിസ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം നോട്ടീസ് ചെയ്തിട്ട് നല്ല മക്കളായിട്ട് തന്നെ പഠിക്കണം. പിന്നെ ഈ തെറ്റുകൾ ഇനി മിസ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ ഈ തെറ്റ് തന്നെയായിരിക്കും നിങ്ങൾ ഇനി റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സ്പോട്ടിൽ തന്നെ തിരുത്തി പഠിക്കണം. ഓക്കെ, എന്നാലാണ് നമുക്ക് നന്നായിട്ട് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ കുട്ടികൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു കാര്യം അറിയാത്ത നിങ്ങളുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. അവരിലോട്ടൊക്കെ എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. മാക്സിമം എല്ലാവരിലോട്ടും ഷെയർ ചെയ്യുക. ദെൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് ഓൾസോ ഒന്ന് കമൻറ്റ് ചെയ്യുക.